ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഓസിലേറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഓസിലേറ്റേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, പിന്നെ RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PYQs നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് PYQs നോക്കാം. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് ആൻ ഓസിലേറ്റർ? ഒരു ഓസിലേറ്റർ എന്നാൽ എന്താണ്? നോക്കിക്കേ, ആൻ ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ജനറേറ്റ്സ് AC ഔട്ട്പുട്ട് വിത്തൗട്ട് എനി AC ഇൻപുട്ട്. എന്താണ് ഒരു ഓസിലേറ്റർ എന്ന് വെച്ചാൽ? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അത് എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്? AC ഔട്ട്പുട്ടായിട്ട് തരുന്നു, വിത്തൗട്ട് എനി AC ഇൻപുട്ട്. എന്താണ് ഇൻപുട്ടായിട്ട് ഒരു AC നൽകുന്നില്ലെങ്കിലും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? AC ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് കൺവേർട്സ് DC പവർ ടു AC സിഗ്നൽ. എന്താണ്? DCയെ AC ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് സൈൻ വേവ് ഓർ സ്ക്വയർ വേവ്. ഇനി യൂസ്ഡ് ഇൻ റേഡിയോസ്, ക്ലോക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെൻസേഴ്സ്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? റേഡിയോസിൽ, ക്ലോക്സിൽ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെൻസേഴ്സിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. യു നീഡ് 2 things. 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ആംപ്ലിഫയർ, യൂഷ്വലി CE ആംപ്ലിഫയർ. എത്രയത്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് CE ആംപ്ലിഫയർ തരുന്നത്. ഇനി രണ്ടാമത് എന്താണ് വേണ്ടത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതായത് എന്താണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? അതായത് ഫീഡ്ബാക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ കുറച്ചുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നോക്കിക്കേ, കോമൺലി RC, LC ഓർ ക്രിസ്റ്റൽ നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാർഖൗസൻ ക്രൈറ്റീരിയൻ ആണ്. ഇത് PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കിക്കേ, ആൻ ആംപ്ലിഫയർ ബിഹേവ്സ് ആസ് ആൻ ഓസിലേറ്റർ ഇഫ് ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ഗെയിൻ ഈസ് ഈക്വൽ ടു 1. അതായത് ഒരു ആംപ്ലിഫയർ ഒരു ഓസിലേറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടുത്തെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആയിരിക്കണം. ലൂപ്പ് ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഫീഡ്ബാക്കായിട്ട് കൊടുത്താൽ അത് എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു ലൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഊഞ്ഞാൽ ആട്ടമാണെന്ന് വെച്ചോളൂ. ഊഞ്ഞാൽ ആട്ടുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് ഊഞ്ഞാൽ പുഷ് ചെയ്യുന്നല്ലേ. പുഷ് ചെയ്തിട്ട് എന്താണ് അത് മുന്നോട്ട് പോയിട്ട് പുറകിലോട്ട് വരുമ്പോൾ എന്താണ് അത് വീക്കായി വരത്തില്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും പുഷ് ചെയ്തില്ലെങ്കിൽ അത് വീക്കാവും അല്ലേ. പക്ഷെ നമ്മൾ ആ ഊഞ്ഞാലിന് ലൂസ് ചെയ്യുന്ന അത്രയും ഫോഴ്സ് വീണ്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അതൊരു സ്റ്റേബിളായിട്ട് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ലൂപ്പ് ഗെയിൻ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. അതിന് പകരം നമ്മൾ ഭയങ്കര ഓവറായിട്ട് ഫോഴ്സ് കൊടുത്ത് ഊഞ്ഞാൽ പുഷ് ചെയ്താൽ എന്താണ് അതൊരു അൺസ്റ്റേബിൾ ആവും. അവിടെ ലൂപ്പ് ഗെയിൻ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ ശക്തി കുറച്ചാണ് നമ്മൾ ഊഞ്ഞാലാട്ടുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അവിടുത്തെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന് പറയാം. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫേസ് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി. നെറ്റ് ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. ഇത് PSC റിപ്പീറ്റായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് RC ഓസിലേറ്റേഴ്സ്. RC ഓസിലേറ്റേഴ്സ് ഫോർ ഓഡിയോ ഓർ ലോ ഫ്രീക്വൻസി. എന്താണ്? ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? RC ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഏത്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇനി രണ്ടാമത്തത് LC ഓസിലേറ്റേഴ്സ്. ഈ RC എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? റെസിസ്റ്റർ, കപ്പാസിറ്റർ. അതുപോലെ LC എന്താണ്? ഇൻഡക്റ്റർ, കപ്പാസിറ്റർ. നോക്കിക്കേ, LC ഓസിലേറ്റേഴ്സ് എന്തിനാ? ഹൈ ഫ്രീക്വൻസി ഓർ RF, ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് LC ഓസിലേറ്റേഴ്സ്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഹാർട്ട്ലി ഓസിലേറ്റേഴ്സും കോൾപിറ്റ്സ് ഓസിലേറ്ററും. അടുത്ത തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്.
നോക്കിക്കേ, വെരി ആക്യുറേറ്റ് ആൻഡ് സ്റ്റേബിൾ. എന്താണ്? വളരെ ആക്യുറേറ്റും സ്റ്റേബിളും ആയിട്ടുള്ള ഒരു ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ക്ലോക്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്, വാച്ചസ്. എന്താണ്? ക്ലോക്കിലും മൈക്രോ പ്രോസസ്സേഴ്സിലും വാച്ചസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഇനി ഫേസ് ഷിഫ്റ്റ് ഇൻ പോപ്പുലർ ഓസിലേറ്റേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ഓസിലേറ്റേഴ്സിലെയും ഫേസ് ഷിഫ്റ്റ് എത്രയെന്നൊക്കെ നോക്കാം. നോക്കിക്കേ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ എന്താണ്? 3 RC സെക്ഷൻസ് ഉണ്ട്. 3 RC സെക്ഷൻസ് ഉണ്ട്. ഈച്ച് ഗീവ് 60 ഡിഗ്രി. ഓരോന്നും 60 ഡിഗ്രി. ടോട്ടൽ 3 കൂട്ടുമ്പോൾ എത്ര കിട്ടും? ടോട്ടൽ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംപ്ലിഫയർ CE ഗീവ്സ് അനദർ 180 ഡിഗ്രി. നെറ്റ് 360. എന്താണ്? ആംപ്ലിഫയർ CE അടുത്ത എന്ത് തരും? 180 ഡിഗ്രി തരും. അങ്ങനെ നെറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. ദാറ്റ് സാറ്റിസ്ഫൈസ് ഓസിലേഷൻ അല്ലേ? നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി. അപ്പോൾ ഇതെന്താണ്? ടോട്ടൽ 360 കിട്ടുന്നതുകൊണ്ട് ദാറ്റ് സാറ്റിസ്ഫൈസ് ഓസിലേഷൻസ്. ഇനി ഹാർട്ട്ലി ഓസിലേറ്റർ എന്താണ്? ടാങ്ക് സർക്യൂട്ട് യൂസിങ് 2 ഇൻഡക്ടേഴ്സ് ആൻഡ് +1 കപ്പാസിറ്റർ. എന്താണ്? 2 ഇൻഡക്ടേഴ്സും കാണും, 1 കപ്പാസിറ്ററും കാണും. ഏതിൽ? ഹാർട്ട്ലി ഓസിലേറ്ററിൽ. ഇനി കോൾപിറ്റ്സ് ഓസിലേറ്ററിലാണെങ്കിലോ ടാങ്ക് സർക്യൂട്ട് യൂസിങ് 2 കപ്പാസിറ്റേഴ്സ് +1 ഇൻഡക്ടർ. ഇവിടെ 2 കപ്പാസിറ്ററും 1 ഇൻഡക്ടറുമാണ് ഉള്ളത്. ഇനി വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് യൂസസ് വെയിൻ നെറ്റ്വർക്ക്. എന്താണ്? വെയിൻ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. പ്രൊഡ്യൂസസ് വെരി ലോ ഡിസ്റ്റോർഷൻ സൈൻ വേവ്. എന്താണ്? വളരെ ലോ ഡിസ്റ്റോർഷനുള്ള സൈൻ വേവ് ആണ് ആരുണ്ടാക്കുന്നത്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഉണ്ടാക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും ഫ്രീക്വൻസി ഫോർമുലാസ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. PSC എന്താണ്? വളരെ റെയറായിട്ട് മാത്രമേ ഇത് ചോദിക്കാറുള്ളൂ. RC ഫേസ് ഷിഫ്റ്റിൻ്റെ എന്താണ് ഫ്രീക്വൻസിയുടെ ഫോർമുല എന്ന് പറയുന്നത് 1/2π√6 RC ആണ്. വെയിൻ ബ്രിഡ്ജിൻ്റെത് എത്രയാണ്? 1/2π RC. അടുത്തത് ഹാർട്ട്ലിയുടേത് 1/2π√L ഇക്വലൻറ്റ് C, വേർ L ഇക്വലൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? L1 + L2. കോൾപിറ്റ്സിൽ L ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു L, ദാറ്റ് ഈസ് C ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു C1 C2 ബൈ C1 + C2. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, വിച്ച് ഓസിലേറ്റർ യൂസസ് 2 കപ്പാസിറ്റേഴ്സ് ആൻഡ് 1 ഇൻഡക്ടർ ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്? ഏത് ഓസിലേറ്ററാണ് 2 കപ്പാസിറ്റേഴ്സും 1 ഇൻഡക്ടറും ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ്. നോക്കിക്കേ, കോൾപിറ്റ്സിൽ എന്താണ്? C1 C2 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട് +L എന്താണ്? ഇൻഡക്ടർ. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് ഏത്? കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇത് PSC 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ യൂസസ് 2 ഇൻഡക്ടേഴ്സ് ആൻഡ് 1 കപ്പാസിറ്റർ? എന്താണ്? ഏത് ഓസിലേറ്ററാണ് 2 ഇൻഡക്ടറും 1 കപ്പാസിറ്ററും ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഹാർട്ട്ലി യൂസസ് ടാപ്ഡ് ഇൻഡക്ടേഴ്സ് ഫോർ ഫീഡ്ബാക്ക്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് വെരി സ്റ്റേബിൾ ആൻഡ് ആക്യുറേറ്റ് ഫ്രീക്വൻസി? ഏത് ഓസിലേറ്ററാണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്വാർട്സ് ക്രിസ്റ്റൽ പ്രൊവൈഡ്സ് വെരി സ്റ്റേബിൾ ഓസിലേറ്റർ. നമ്മൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ക്വാർട്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? വെരി സ്റ്റേബിൾ ഓസിലേഷൻസ് നമുക്ക് തരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്? ഓസിലേറ്റേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്നും കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഓഡിയോ ഓർ ലോ ഫ്രീക്വൻസി ജനറേഷൻ? ഏത് ഓസിലേറ്ററാണ് നമ്മൾ കോമൺ ആയിട്ടും ഓഡിയോ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ജനറേഷനായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഓഡിയോ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, എക്സ്പ്ലനേഷൻ. RC നെറ്റ്വർക്ക് സ്യൂട്ട് ഓഡിയോ റേഞ്ച് ഓസിലേഷൻസ്. ഇത് കേരള PSC റീസെൻ്റ് ആയിട്ട് 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ പ്രൊഡ്യൂസസ് ഡാഷ്. എന്താണ്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ടൈപ്പ് വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സൈൻ വേവ് ആണ് അല്ലേ? വെയിൻ ബ്രിഡ്ജ് ഈസ് ഫേമസ് ഫോർ ലോ ഡിസ്റ്റോർഷൻ സൈൻ വേവ്സ്. ഇങ്ങനെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ഓസിലേറ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്.
ഇത് UPSCക്ക് ചോദിച്ചതാണ് അല്ലേ, നമ്മുടെ IAS ലെവലിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ തന്നെയാണ് PSCയിലും ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ദ RC നെറ്റ്വർക്ക് പ്രൊഡ്യൂസസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് ഡാഷ്. എന്താണ്? ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിലെ RC നെറ്റ്വർക്ക് എത്ര ഫേസ് ഷിഫ്റ്റാണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ. 3 RC സെക്ഷൻ ഉണ്ട്, അപ്പോൾ 60 ഡിഗ്രി ഈച്ച്, ടോട്ടൽ 180 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. എന്താണ്? റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ RF ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഏത് ഓസിലേറ്റേഴ്സാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഹാർട്ട്ലി ഈസ് പോപ്പുലർ ഫോർ RF ഡ്യൂ ടു ഇൻഡക്ടർ ബേസ്ഡ് ടാങ്ക് സർക്യൂട്ട്. SSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓസിലേറ്റർ ദാറ്റ് യൂസസ് എ കോഡ്സ് ക്രിസ്റ്റൽ ഇൻ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈസ് ഡാഷ്. അതായത് ഏത് ഓസിലേറ്റർ ആണ് കോഡ്സ് ക്രിസ്റ്റൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ കാര്യം. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ക്രിസ്റ്റൽ ആക്ട്സ് ആസ് എ റെസൊണൻറ്റ് സർക്യൂട്ട് വിത്ത് വെരി ഹൈ ക്യൂ. ഇവിടെ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റി ഫാക്ടർ ആണല്ലേ. അതായത് ഈ ക്രിസ്റ്റൽ എന്താണ്? ഈ ക്വാളിറ്റി ഫാക്ടർ ക്യൂ വെരി ഹൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈലി സ്റ്റേബിൾ എന്നാണ് അതിനർത്ഥം. ക്യൂ ലോ ആണെന്ന് പറഞ്ഞാലോ ലെസ് സ്റ്റെബിലിറ്റി ആയിരിക്കും. ലോ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ സ്റ്റെബിലിറ്റിയാണ്. കാരണം എന്താണ്? അതിന് ഹൈ ക്യൂ ആണുള്ളത്. കാരണം കോഡ്സ് ക്രിസ്റ്റലിന് ഹൈ ക്യൂ ആണ്. അടുത്ത ചോദ്യം, ദ ഫങ്ഷൻ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ആൻ ഓസിലേറ്റർ ഈസ് ടു ഡാഷ്. എന്താണ്? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഒരു ഓസിലേറ്ററിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് ഓസിലേഷൻസ്. എന്താ? എക്സ്പ്ലനേഷൻ നോക്കിക്കേ. പോസിറ്റീവ് ഫീഡ്ബാക്ക് റീഇൻഫോഴ്സസ് ദ സിഗ്നൽ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓസിലേഷൻ. നമ്മൾ ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞതാണ് അല്ലേ. അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ആ സിഗ്നൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും, റീഇൻഫോഴ്സ് ചെയ്യും. അതായത് ഓസിലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും, അവിടെ വീക്ക് ആവുന്നില്ല. അടുത്ത ചോദ്യം, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ യൂസസ് വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. എന്താണ്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഏത് ടൈപ്പ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? RC നെറ്റ്വർക്കാണ്. എന്ന് വെച്ചാൽ അറിയാലോ, റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്ക്. വെയിൻ ബ്രിഡ്ജ് യൂസസ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഇൻ ബ്രിഡ്ജ് ഫോം. PSC 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ ഹാസ് ദ ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഏത് ഓസിലേറ്ററിനാണ് ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ളതെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ്? ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്? ക്രിസ്റ്റൽ ഓസിലേറ്ററിനാണ്. എക്സാമ്പിൾ നോക്കിക്കേ. കോഡ്സ് ക്രിസ്റ്റൽ ഹാസ് ഹൈ ക്യൂ, ദാറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് പ്രിസൈസ് ഫ്രീക്വൻസി. UPSCക്ക് ചോദിച്ചതാണ്, IAS ലെവലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാർട്ട്ലി ഓസിലേറ്റർ യൂസസ് ഫീഡ്ബാക്ക് ഫ്രം ഡാഷ്. എന്താണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ഏതിൽ നിന്നാണ് ഫീഡ്ബാക്ക് എടുക്കുന്നതെന്നാണ് ചോദ്യം. ഏതിൽ നിന്നാണ്? 2 ഇൻഡക്ടേഴ്സിൽ നിന്നാണ് അല്ലേ. ഇൻഡക്ടേഴ്സ് ഫോം ദ ഫീഡ്ബാക്ക് റേഷ്യോ ഇൻ ഹാർട്ട്ലി ഓസിലേറ്റർ. അടുത്ത ചോദ്യം, ദ ഫ്രീക്വൻസി ഓഫ് ആൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. എന്താണ്? ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഏതിനൊക്കെയാണ്? R and C, റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. യൂസസ് ഓൺലി റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. SSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഇൻ ഡിജിറ്റൽ വാച്ചസ് ബിക്കോസ് ഡാഷ്. എന്താണ്? നമ്മുടെ ഡിജിറ്റൽ വാച്ചിലൊക്കെ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ദേ ആർ ഹൈലി സ്റ്റേബിൾ. കാരണം ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഹൈലി സ്റ്റേബിൾ ആണ്. നോക്കിക്കേ എക്സ്പ്ലനേഷൻ. കോഡ്സ് മെയിൻറ്റെയിൻ എ പ്രിസൈസ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. എന്താണ്? കോഡ്സ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാച്ചസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. RRBക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ എ കോൾപിറ്റ്സ് ഓസിലേറ്റർ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡാഷ്. എന്താണ്? ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എന്തിനെയാണ്? 2 കപ്പാസിറ്റേഴ്സിനെയാണ്. കോൾപിറ്റ്സ് യൂസസ് എ കപ്പാസിറ്റീവ് ഡിവൈഡർ C1 ആൻഡ് C2 ഇൻ ദ ടാങ്ക് സർക്യൂട്ട്. കേരള PSC 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ RF ട്രാൻസ്മിറ്റേഴ്സ്? എന്താണ് RF ട്രാൻസ്മിറ്റേഴ്സിൽ യൂസ് ചെയ്തേക്കുന്ന ഏത് ടൈപ്പ് ഓസിലേറ്റർ ആണെന്നാണ് ചോദ്യം. ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. നോക്കിക്കേ, ഹാർട്ട്ലി വിത്ത് ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഐഡിയൽ ഫോർ RF റേഡിയോ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് കേരള PSC 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത ചോദ്യം, ദ ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് എലമെൻറ്റ് ഇൻ എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് ഡാഷ്. എന്താണ്? ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന എലമെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ക്വാർട്സ് ക്രിസ്റ്റൽ ആണ്. നോക്കിക്കേ, ക്രിസ്റ്റൽ റെസൊണൻസ് സെറ്റ്സ് ഫ്രീക്വൻസി വിത്ത് ഹൈ പ്രെസിഷൻ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. SSC സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ ആൻ ഓസിലേറ്റർ ദ ഫീഡ്ബാക്ക് മസ്റ്റ് ബി ഡാഷ്. എന്താണ്? ഒരു ഓസിലേറ്ററിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. നെഗറ്റീവ് ആയിരിക്കണം, 0 ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം? എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ ജനറേറ്റ്സ് എ ലോ ഡിസ്റ്റോർഷൻ സൈൻ വേവ്? എന്താണ്? ലോ ഡിസ്റ്റോർഷൻ സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണെന്നാണ് ചോദ്യം. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഏത്? റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, വൈഡ്ലി യൂസ്ഡ് ഫോർ സൈൻസോയിഡൽ വേവ് ജനറേഷൻ വിത്ത് മിനിമൽ ഡിസ്റ്റോർഷൻ. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ജനറലി റിക്വയർസ് ഡാഷ്. എന്താണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന് എന്താണ് ജനറലായിട്ട് വേണ്ടതെന്നാണ് ചോദ്യം. എന്താണ് വേണ്ടത്? ഈ ഓപ്ഷനിൽ 3 RC സെക്ഷൻസ് ആണ് വേണ്ടത് അല്ലേ? 3 സെക്ഷൻസ്, ഈച്ച് 60 ഡിഗ്രി, ടോട്ടൽ 180 ഡിഗ്രി. 2022 PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് എ ഹാർട്ട്ലി ഓസിലേറ്റർ ഡിപ്പെൻഡ് ഓൺ ഡാഷ്. എന്താണ്? ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദ്യം. എന്തിനാണ്? L and C അല്ലേ? ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹാർട്ട്ലി ഈസ് ആൻ LC ഓസിലേറ്റർ. ടാങ്ക് സർക്യൂട്ട് ഡിറ്റർമൈൻസ് ഫ്രീക്വൻസി. 2017 PSCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എ ക്രിസ്റ്റൽ ഓസിലേറ്റർ പ്രൊവൈഡ്സ് ഡാഷ്. എന്താണ്? ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഏതാണ്? ബെസ്റ്റ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു എന്താണ്? ക്വാർട്സ് ക്രിസ്റ്റലിന് ഹൈ Q ആണ്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ബെസ്റ്റ് സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏത് ഓസിലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ഇൻ എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് വെൻ ദ ഫേസ് ഷിഫ്റ്റ് ഈസ് ഡാഷ്. എന്താണ്? ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ബ്രിഡ്ജ് ബാലൻസ് ആണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, വെയിൻ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് 0 ഫേസ് ഷിഫ്റ്റ് അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. എന്താണ്? റെസൊണൻറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താണ്? വെയിൻ നെറ്റ്വർക്ക് പ്രൊവൈഡ് 0 ഫേസ് ഷിഫ്റ്റ്. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് ഡാഷ്. എന്താണ്? കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത ഈ താഴെ പറയുന്നതിൽ ഏതാണെന്നങ്ങ് ചൂസ് ചെയ്താൽ മതി. ഏതാണ്? ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണല്ലേ? നമ്മൾ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നോക്കിക്കേ, LC സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ. 2022 PSCയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ യൂസസ് എ കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ? എന്താണ്? ഏത് ഓസിലേറ്ററാണ് കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണല്ലേ? 2 കപ്പാസിറ്റർ ഉണ്ട്, C1 and C2 ഫോം കപ്പാസിറ്റീവ് ഡിവൈഡർ ഫോർ ഫീഡ്ബാക്ക്. SSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ യൂസസ് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ? എന്താണ്? ഏത് ഓസിലേറ്ററാണ് ഇൻഡക്റ്റീവ് വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസ് അറിയാലോ, L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഏതാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ അല്ലേ? അതിലെന്താണ്? 2 ഇൻഡക്റ്റേഴ്സ് ഉണ്ടല്ലേ? L1 and L2 ആക്ട് ആസ് ഇൻഡക്റ്റീവ് ഡിവൈഡർ. കേരള PSC 2017 ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ക്രിസ്റ്റൽസ് ഹാവ് എ വെരി ഹൈ ഡാഷ്. എന്താണ്? ക്രിസ്റ്റൽസിന് വളരെ കൂടുതലായിട്ടുള്ള ഫാക്ടർ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? Q ഫാക്ടർ ആണ് അല്ലേ? ക്വാളിറ്റി ഫാക്ടർ ആണ്. ഹൈ Q, ദാറ്റ് ഈസ് വെരി നാരോ ഫ്രീക്വൻസി റെസ്പോൺസ്, ദാറ്റ് ഈസ് സ്റ്റേബിൾ. SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ റിക്വയർസ് ഡാഷ്. എന്താണ്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന് എന്താണ് ആവശ്യമെന്നാണ് ചോദ്യം. എന്താണ്? റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. വെയിൻ നെറ്റ്വർക്ക് യൂസസ് RC കോമ്പിനേഷൻ. 2022 PSCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല രീതിയിൽ ഓപ്ഷൻസ് തരുന്നു. സെയിം ഒരു ഐഡിയ വെച്ചിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് തരുന്നു. അടുത്ത ചോദ്യം, ഓസിലേറ്റേഴ്സ് കൺവേർട്ട്
ഡാഷ് ടു ഡാഷ് എന്ന രീതിയിൽ പറയാം. എന്താണ് DC to AC അല്ലേ? ഓസിലേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? DC to AC. ഓസിലേറ്റേഴ്സ് ജനറേറ്റ് AC ഔട്ട്പുട്ട് ഫ്രം DC പവർ. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് AC DC ആക്കുന്നത് ആരാണ്? അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പേപ്പർ കോഡ് ഇത് RRBയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഓസിലേറ്റർ വിച്ച് യൂസസ് നോ ഇൻഡക്റ്റേഴ്സ് ഈസ് ഡാഷ്. എന്താണ്? ഏത് ഓസിലേറ്ററിലാണ് ഇൻഡക്റ്റേഴ്സ് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദ്യം. അതായത് L ഇല്ലാത്ത ഏത് ഓസിലേറ്ററിലാണെന്ന്. ഏതിലാണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അതിലെന്താ ഉള്ളത്? ഒൺലി റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളത്. അവിടെ എന്തില്ല? ഇൻഡക്റ്റർ ഇല്ല. നോ L അല്ലേ? SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്തത് നേരത്തെ പോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 2025 PSCയിൽ ചോദിച്ചതാണ്. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ LC ഓസിലേറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് LC ഓസിലേറ്റർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഏതാണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ അല്ലേ? കാരണം എന്താണ്? RCയിൽ ആരൊക്കെ മാത്രമേ ഉള്ളൂ? റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും അല്ലേ? അപ്പോൾ എന്താണ്? അതിലെന്തില്ല? ഇൻഡക്റ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇത് 2025 ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചോളൂ. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ പ്രൊവൈഡ്സ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഫ്രീക്വൻസി റെഫറൻസ് ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. എന്താണ്? ഏത് ഓസിലേറ്ററാണ് മോസ്റ്റ് ആക്യുറേറ്റ് ഫ്രീക്വൻസി നമുക്ക് തരുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? മോസ്റ്റ് ആക്യുറേറ്റ്, മോസ്റ്റ് സ്റ്റേബിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിൽ വരണം ആര്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ക്രിസ്റ്റൽസ് ഗീവ് പ്രിസൈസ് കോൺസ്റ്റൻറ്റ് ഓസിലേഷൻ ഫ്രീക്വൻസി. കേരള PSC 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം, ഇൻ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ദ ക്രിസ്റ്റൽ ബിഹേവ്സ് ലൈക്ക് എ ഡാഷ്. എന്താണ്? ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിൽ ക്രിസ്റ്റൽ എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ്? വെരി ഹൈ Q റെസനൻറ്റ് സർക്യൂട്ട്. എന്താണ്? വളരെ കൂടിയ Q ഉള്ള റെസനൻറ്റ് സർക്യൂട്ടായിട്ടാണ് ക്രിസ്റ്റൽസ് ബിഹേവ് ചെയ്യുന്നത്. നോക്കിക്കേ, ക്രിസ്റ്റൽ ഈസ് ഇക്വാലൻറ്റ് ടു സീരീസ് RLC വിത്ത് വെരി ഹൈ Q. UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ കോൾപിറ്റ്സ് ഓസിലേറ്റേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. എന്താണ്? കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. എന്തിനാണ്? ഇൻഡക്റ്റൻസ് ആൻഡ് ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ്. LC ടാങ്ക് ഡിറ്റർമൈൻസ് ഫ്രീക്വൻസി. SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആംപ്ലിഫയർ ഇൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഈസ് ഡാഷ്. എന്താണ്? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ RC ആംപ്ലിഫയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എത്രയെന്നാണ് ചോദ്യം. എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? RC നെറ്റ്വർക്ക് ഗീവ് 180 ഡിഗ്രി. ആംപ്ലിഫയർ CE ആഡ്സ് 180 ഡിഗ്രി. ടോട്ടൽ 360 അല്ലേ? 3 RCയും കൂടെ എന്ത് തരും? 180 തരും. അതുപോലെ ആംപ്ലിഫയർ CEയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ 360 കിട്ടും. 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഫോർ സ്റ്റാർട്ടിങ് ഓസിലേഷൻ ഈസ് ഡാഷ്. എന്താണ്? ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ലാർജ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് റീഇൻഫോഴ്സസ് ഇനിഷ്യൽ നോയിസ് ദാറ്റ് ഈസ് ഓസിലേഷൻ ബിഗിൻസ്. എന്താണ്? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് നമുക്കവിടെ വേണ്ടത്. RRBക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് പ്രിഫേർഡ് ഓവർ ഹാർട്ട്ലി ഓസിലേറ്റർ ബിക്കോസ് ഡാഷ്. എന്താണ്? ഹാർട്ട്ലി ഓസിലേറ്ററിനെക്കാളും നമ്മൾ കോൾപിറ്റ്സ് ഓസിലേറ്ററാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? കപ്പാസിറ്റേഴ്സ് മോർ സ്റ്റേബിൾ ദാൻ ഇൻഡക്റ്റേഴ്സ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇൻഡക്റ്റേഴ്സിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആരാണ്? കപ്പാസിറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കോൾപിറ്റ്സ് ഓസിലേറ്റർ പ്രിഫർ ചെയ്യുന്നത്. നോക്കിക്കേ, കപ്പാസിറ്റേഴ്സ് ഹോൾഡ് വാല്യൂസ് ബെറ്റർ ദാൻ ഇൻഡക്റ്റേഴ്സ്, ദാറ്റ് ഈസ് സ്റ്റേബിൾ ഫ്രീക്വൻസി. SSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, എ സൈൻ വേവ് ഓസിലേറ്റർ യൂസസ് ഡാഷ്. എന്താണ്? ഒരു സൈൻ വേവ് ഓസിലേറ്റർ എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ്? റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? പോസിറ്റീവ് റീജനറേറ്റ് ചെയ്യുക വെച്ചാൽ പിന്നെയും ജനറേറ്റ് ചെയ്യുക. ഡീജനറേറ്റ് ചെയ്യുക വെച്ചാൽ നശിച്ചു പോകുക. അപ്പോൾ ഏതായിരിക്കും? റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും അല്ലേ? എക്സ്പ്ലനേഷൻ നോക്കിക്കേ, ഓസിലേഷൻ റിക്വയർസ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതിനെന്താ വേണ്ടത്? പോസിറ്റീവ് ഫീഡ്ബാക്കാണ് വേണ്ടത്. കേരള PSC 2025 ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓസിലേറ്റർ പ്രൊഡ്യൂസസ് എ വെരി പ്യുവർ സൈൻ വേവ് അറ്റ് ലോ ഫ്രീക്വൻസീസ്. എന്താണ്? ഏത് ഓസിലേറ്ററാണ് വെരി പ്യുവർ സൈൻ വേവ് ലോ ഫ്രീക്വൻസീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? വെയിൻ ബ്രിഡ്ജ് ആണ്. യൂസസ് വൈഡ്ലി ഫോർ ലോ ഡിസ്റ്റോർഷൻ വേവ് ഫോം ജനറേഷൻ അല്ലേ? UPSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നമ്മൾ ഇന്ന് ഓസിലേറ്റേഴ്സ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. ഈ ലോജിക് ഗേറ്റ്സും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.